ലക്ഷക്കണക്കിന് രൂപ മുടക്കി മക്കളുടെ കല്യാണം നടത്തുമ്പോൾ പാവപ്പെട്ടവർക്ക് ഏതെങ്കിലും അനാഥാലയങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം തീർന്നെന്ന് കരുതരുത്. ലക്ഷങ്ങൾ മുടക്കി നമ്മുടെ മകളെ കെട്ടിച്ചു വിടുമ്പോൾ 1 ലക്ഷമോ 1.5 ലക്ഷമോ മുടക്കിയ വേറൊരു പെൺകുട്ടിയുടെ കഴുത്തിലിടാൻ ഒരു താലിമാല നിങ്ങൾക്ക് ഒരുക്കാൻ പറ്റും. കണ്ണ് തുറന്നാൽ, മനസ്സ് തുറന്നാൽ, കൈ നീട്ടിയാൽ പറ്റും. അങ്ങനെയുള്ള പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുപാട് ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് 100% സത്യമായ യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയാൽ മതി പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും സഹായിക്കാൻ പറ്റുന്നവർ. ഇനി അങ്ങനെ സഹായിക്കുമ്പോഴും ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതിരിക്കട്ടെ. കൊട്ടി ഘോഷിച്ചും ഫോട്ടോ എടുത്തും ഔദാര്യം കൊടുക്കുന്നവരുണ്ട്. അത് കൊടുക്കുന്നതിനൊക്കെ ഭേദം കൊടുക്കാതിരിക്കുകയായിരിക്കും. ഒരാളുടെ അഭിമാനം കളഞ്ഞിട്ട് നമ്മൾ ആരെയും സഹായിക്കരുത്. തല കുനിച്ച് നിർത്തിയിട്ട് കൈ നീട്ടേണ്ട ഗതികേട് ഒരു മനുഷ്യന് പോലും ഇടവരുത്തരുത്. നമ്മൾ ബൈബിൾ വായിക്കുന്നോട്ട് അവരുടെ കാവൽമാലാഹ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ വിൻസെന്റ് പോൾ പറയുന്നൊരു ചിന്തയുണ്ട്, പാവങ്ങൾ നമ്മുടെ യജമാനന്മാരാണ്. യജമാനന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ കൊടുക്കണം അവർക്ക്. അതുകൊണ്ട് സഹായം മേടിക്കുന്നവൻ ഒരിക്കലും തല കുനിച്ചിട്ട് സഹായം മേടിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ആരെയും എത്തിക്കരുത്. നമ്മൾ അടുത്ത പാപം ചെയ്യുക, ഒരുത്തൻ്റെ അഭിമാനം നമ്മൾ നശിപ്പിക്കുക. മറിച്ച് തല നിവർന്ന് നിന്ന് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്ത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഹല്ലേലൂയ.